ആലപ്പുഴയിൽ റാഗിങ്ങിനിരയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൊഴി ഇന്ന് ചൈൽഡ് ലൈൻ രേഖപ്പെടുത്തും. കറ്റാനത്തെ വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തുക. സംഭവത്തിന് പിന്നാലെ വിവരം കുട്ടിയുടെ പിതാവ് ചൈൽഡ് ലൈനിനെ അറിയിച്ചിരുന്നു. തിങ്കളാഴ്ച രാത്രിയാണ് ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ കുട്ടി റാഗിങ്ങിന് ഇരയായത്. റാഗിങ്ങിന്റെ പേരിൽ +1 വിദ്യാർത്ഥികൾ കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ 6 വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തിരുന്നു. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പം ചേരും. സുധീഷ് ഗോപാൽ, ഈ ജവഹർ നവോദയ വിദ്യാലയങ്ങളൊക്കെ വളരെ ചിട്ടയോടെ പഠന ക്രമീകരണങ്ങൾ നടത്തുന്ന ഇടമാണ്, അച്ചടക്കം നിർബന്ധവുമാണ്. അവിടെയൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ്. +1 വിദ്യാർത്ഥികളായ 6 പേരാണ് ഇത്തരത്തിൽ കുട്ടിയെ റാഗി ചെയ്യുകയും അതിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. ഇത് തൊട്ട് അടുത്ത ദിവസമാണ് രക്ഷകർത്താക്കളെ സ്കൂൾ അധികൃതർ അറിയിച്ചത്. തുടർന്ന് രക്ഷകർത്താവെത്തി മാന്നാർ പോലീസിൽ പരാതി നൽകുകയും അതോടൊപ്പം തന്നെ ചൈൽഡ് ലൈനിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ചൈൽഡ് ലൈനിൽ ഇന്ന് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനായി വീട്ടിലേക്ക് എത്തുന്നത്. ഇതേസമയം ജില്ലാ കളക്ടർ ഈ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ജില്ലാ കളക്ടർ നേരിട്ട് നവോദയ സ്കൂളിലെത്തി അവിടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും പോലീസിന്റെ തുടർ നടപടികളെന്നും ഇതുവരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും കുട്ടിയെ റാഗ് ചെയ്തതല്ല എന്ന തരത്തിൽ സ്കൂൾ അധികൃതർ വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും അത് ജില്ലാ കളക്ടർ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃഷ്ണരാജ്, ആലപ്പുഴയിൽ റാഗിങ്ങിനിരയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൊഴി ഇന്ന് ചൈൽഡ് ലൈൻ രേഖപ്പെടുത്തും. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.